മോഹൻ ഭാഗവത് എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. കാരണം ആ സമയത്ത് എല്ലാം തിരക്കായിരുന്നു. അത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 4ാമത്തെ പരസ്യ കമ്പനിയായ മുദ്ര കമ്മ്യൂണിക്കേഷൻ്റെ കൊച്ചിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു ഞാൻ. വയനാട്ടിലുള്ള കരിന്തണ്ടൻ്റെ പ്രതിമയാണ് കുറച്ച് പ്രശസ്തി കിട്ടിയത്. അത് ചെയ്തതോടെയാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. എൻ്റെ പേര് രമേശ് ലക്ഷ്മണൻ. ശരിക്കും പേര് ML രമേശ് എന്നാണ്. എൻ്റെ വീട് തമ്മനത്താണ്. ഇപ്പം ഞാൻ താമസം തൃപ്പൂണിത്തുറയിലാണ്. എൻ്റെ അച്ഛൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. എൻ്റെ മുത്തശ്ശൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. ഞാനും ആ പണി ചെറുപ്പം മുതലേ ചെയ്തു തുടങ്ങിയിട്ടുള്ള ആളാണ്. തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പോയിട്ട് ശില്പത്തിൽ ബിരുദം എടുത്ത ആളാണ്. എൻ്റെ തിരുവനന്തപുരത്തെ പഠനത്തിന് ശേഷം ഞാനിവിടെ RLVയിൽ 2 കൊല്ലം ശില്പകലാ വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പരസ്യ രംഗത്താണ് പ്രവർത്തിച്ചത്. എറണാകുളത്തെ പല പരസ്യ കമ്പനികളിലും വർക്ക് ചെയ്തിരുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ ടെക്നോ പാർക്കിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ തന്നെ 4ാമത്തെ പരസ്യ കമ്പനിയായ മുദ്ര കമ്മ്യൂണിക്കേഷൻ്റെ കൊച്ചിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് രാജിവെച്ചു. പിന്നെ സ്വന്തം പണിയിലേക്ക് കടന്നു. അതിനിടയിലൊരു 3 കൊല്ലം ഞാൻ ഗൾഫിൽ പോയി. ഒരു ഗൾഫ് എക്സ്പീരിയൻസിന് വേണ്ടി ദോഹയിൽ പോയി. അത് തിരിച്ചു വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പതുക്കെ ശില്പകലാരംഗത്തേക്ക് കടക്കാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ശില്പങ്ങൾ പലതും. പക്ഷേ ഇവിടെ നേവൽ ബേസിൽ മറൈൻ മ്യൂസിയത്തിലുള്ള ശില്പങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നേവിക്കാരുടെ ഒരിക്കലും റിപ്പബ്ലിക് ഡേ പരേഡിലുണ്ടായിരുന്ന ഒരു പ്ലോട്ടിൻ്റെ ശില്പം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ചുകൂടെ സജീവമായിട്ട് ആ രംഗത്തേക്ക് വന്നത്. അതിന് തുടക്കം പറയാനായിട്ട് വയനാട്ടിലുള്ള കരിന്തണ്ടൻ്റെ പ്രതിമയാണ് കുറച്ച് പ്രശസ്തി കിട്ടിയത്. അത് ചെയ്തതോടെയാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. മോഹൻ ഭാഗവത് സംഘത്തിൻ്റെ സർസംഘ്യാലക് അദ്ദേഹം കേരളത്തിൻ്റെ സന്ദർശനം അനുസരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആമേടയിലാണ് താമസം എന്നൊക്കെ പറയും. അപ്പോൾ ആമയുടെ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായ വാസുവേട്ടൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സർസംഘ്യാലകന് കൊടുക്കാനൊരു മെമൻറ്റോ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശയം ആമയുടെ ഒരു നാഗക്ഷേത്രമാണ്. അതുകൊണ്ട് നാഗരാജാവ് വേണം. അതുകൂടാതെ അവിടെ സപ്തമാതൃക്കളുണ്ട്. സപ്തമാതൃക്കളുടെ ചിത്രം വേണം. പിന്നെ ഈ നാഗരാജാവിൻ്റെ തലയിൽ ഭൂമി വേണം. ആ ഭൂമിയിൽ അഖണ്ഡ ഭാരതം വേണം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആശയം പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്തൊരു ശില്പമായിരുന്നു അത്. അപ്പോൾ അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ശില്പത്തിൻ്റെ തടി തിരഞ്ഞെടുത്തത് പ്ലാവ് തന്നെയാണ്. കാരണം അത് ദേവവൃക്ഷമാണ് പ്ലാവ്. ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ അതാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പ്ലാവിൻ്റെ ഒറ്റ തടിയിലാണ് അത് ചെയ്തെടുത്തത്. അത് ജോയിൻ ചെയ്തതൊന്നുമല്ല, ഒറ്റ പീസിലാണ് അത് രൂപപ്പെടുത്തിയത്. പിന്നെ ചെയ്തത് മുഴുവൻ വെള്ളിയിലാണ്. നാഗരാജാവും ഭൂമിയും സപ്തമാതൃക്കളുടെ ഇതുമൊക്കെ ശുദ്ധമായ വെള്ളിയിലാണ്. അത് ഏതാണ്ടൊരു 1/2 കിലോ വെള്ളി അതിനായിട്ടുണ്ട്. അങ്ങനെയാണ് അത് തീർത്തത്. പക്ഷെ അത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായി. അതിൻ്റെ രൂപമൊക്കെ തന്നെ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധിക്കും. മോഹൻ ഭാഗവത് എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. കാരണം ആ സമയത്ത് എല്ലാം തിരക്കായിരുന്നു. അത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നാഗ്പൂരിലേക്ക് കൊണ്ടുപോകുകയാണത്. ആ സമയത്താണ് എന്നെ ഒരു ഷാളൊക്കെ അണിയിച്ചിട്ട് ആദരിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം. പിന്നെ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഞാൻ വളരെ ചെറുപ്പം മുതലേ സംഘമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഞാൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിക്കാൻ പോയത് തന്നെ അന്നത്തെ ഇവിടുത്തെ സംഘത്തിൻ്റെ പ്രവർത്തനം നോക്കിയിരുന്ന ഭാസ്കർ റാവു എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. ആ ഭാസ്കർ റാവുജിയാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ അയച്ചത്. അതുകൊണ്ടാണ് എനിക്കത് പഠിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ എനിക്ക് അത് പഠിക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും എൻ്റെ വീടിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ സാധിച്ചു. ഇപ്പോൾ സംഘപ്രവർത്തനത്തിൽ ഇത്തരം സംഘത്തിൻ്റെ നേരിട്ടുള്ള ചുമതലകളില്ല എനിക്ക്. പക്ഷേ തപസ്യ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ എൻ്റെ കലാപ്രവർത്തനത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുക. ഇപ്പോൾ നാം ചെയ്തത് ഒന്ന് കരിന്തണ്ടൻ ഞാൻ പറഞ്ഞു. പിന്നെ എഴുത്തച്ഛൻ്റെ പ്രതിമ ചെയ്തു. എടപ്പള്ളിയിൽ അമൃതഭാരതിയിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ ഞാൻ ചെയ്തിട്ടുണ്ട്. പാലാഴി ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ സ്വാമി നിർമ്മലാനന്ദയുടെയും സ്വാമി ആഗമാനന്ദയുടെയും പ്രതിമ ചെയ്തിട്ടുണ്ട്. അത് ഈ ഞായറാഴ്ചയാണ് അത് അനാവരണം ചെയ്തത്.
ഇനി പുതിയത് ഒരു ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ വിഗ്രഹം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ളൊരു വ്രതത്തിനാണ് ഈ ദീക്ഷയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഭാരതമാതാവിൻ്റെ പ്രതിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു വിവേകാനന്ദൻ്റെ പ്രതിമയുടെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യ, ഒരു മകനുണ്ട്. പിന്നെ എനിക്ക് സഹോദരങ്ങളുണ്ട്, 3 സഹോദരിമാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്. ഇപ്പം മകൻ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. UST എന്ന് പറഞ്ഞ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവന് അത്യാവശ്യം കലാപ്രവർത്തനമുണ്ട്, എന്നെ ഇത്തരം കാര്യങ്ങൾ സഹായിക്കാറുണ്ട്. ഒരു വിഗ്രഹം പരിപൂർണമായാൽ ആ ശില്പിയുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ്. അങ്ങനെ എൻ്റെ ആ മുത്തശ്ശൻ ഒരു ശില്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പരിപൂർണത വന്നതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു തരം ഐതിഹ്യം കഥയൊക്കെ ആവാം, പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ട്.